ഹായ് ഫ്രണ്ട്സ്, ഇത്തവണ ഞാൻ വീട്ടിൽ പോയി വന്നപ്പോൾ ഉമ്മച്ചി തന്നുവിട്ട പൊതികളിൽ ഒന്ന് ഇതാർന്നു കേട്ടോ. ഇത് ഞാൻ തന്നെ വീട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ടായതാണ് പൈനാപ്പിളിൻ്റെ തണ്ടുകൾ. ഇന്നത്തെ ക്രാഫ്റ്റ് ഇത് വെച്ചിട്ടാണ്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മസ്റ്റായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീയുടെ ആ ഒരു വളഞ്ഞിരിക്കുന്ന ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ബാക്കി 3 ഇതുപോലെ തന്നെ വളഞ്ഞിരിക്കാം കേട്ടോ. അപ്പോൾ 3 ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഇതുപോലെയാണ് ഏറ്റവും താഴെയായിട്ട് ക്രിസ്മസ് ട്രീക്ക് വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്ത ടൈമിൽ ബാക്കി ലീവ്സൊക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു ലീവ്സൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചുറ്റിനായിട്ട് അങ്ങ് വച്ചു കൊടുത്തു. അതിനുശേഷം ഒരു ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ക്രിസ്മസ് ട്രീസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിലുണ്ടായത്. അപ്പോൾ താഴെ ബേസായിട്ട് 2 വലിയ പൈനാപ്പിളിൻ്റെ തണ്ടുകളും മുകളിൽ ചെറിയ 2 പൈനാപ്പിളിൻ്റെ തണ്ടുകളും കൂടി വെച്ചെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേസായിട്ടുള്ള 2 പൈനാപ്പിൾ തണ്ടുകളും ഇവിടെ ഏകദേശം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ പ്ലാനിങ് അനുസരിച്ചിട്ട് ഫുൾ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അട്ടർ ഫ്ലോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ പൈനാപ്പിളിൻ്റെ ആ ഒരു തണ്ടുകൾ ഇതുപോലെ മുകളിലേക്ക് വെക്കാനായിരുന്നു പ്ലാനിങ്. എന്നിട്ട് ഗ്യാപ്പ് വരുന്നിടത്ത് ബാക്കിയുള്ള ലീവ്സും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതൊക്കെയായിരുന്നു പ്ലാനിങ്ങിലുണ്ടായത്. പക്ഷേ കണ്ടില്ലേ, ഇതെല്ലാം ഈ ഒരു രീതിയിൽ അങ്ങ് പൊളിഞ്ഞു പോവാറുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ പ്ലാനിങ് മാറ്റി. ഇതുപോലെ ഓരോന്നും ഇതിൻ്റെ മുകളിൽ കുറച്ച് ഹൈറ്റിൽ 1 by 1 ലെയറായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഓരോന്നും അങ്ങ് ടൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതും ടൈ ചെയ്തിട്ട് നിൽക്കുന്നുണ്ടായില്ല കേട്ടോ. നെക്സ്റ്റ് ആയതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഈർക്കിളിയാണ്. അപ്പോൾ എത്രത്തോളമാണ് നമുക്ക് ഹൈറ്റ് വേണ്ടത് നമ്മുടെ ക്രിസ്മസ് ട്രീക്ക്, അതിനനുസരിച്ചിട്ട് 6 ഈർക്കിളി ഞാൻ ഇതേപോലെ ഒടിച്ചൊടിച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതാണ് ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ മുകൾ പോർഷനിലേക്ക് ബേസായിട്ട് വച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെയാണ് വച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും എളുപ്പമല്ല ഈ ഒരു പച്ച പൈനാപ്പിൾ തണ്ടിൽ വർക്ക് ചെയ്യാന്നുള്ളത്. കാരണം നമ്മൾ എങ്ങനെ പിടിച്ചാലും നമ്മുടെ കയ്യിൽ ആ ഒരു മുള്ള് കൊണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിടിക്കാനൊക്കെ. എന്നാലും ഞാനത് അങ്ങോട്ട് വിട്ടു കൊടുക്കാൻ ഉദ്ദേശം ഉണ്ടായില്ല. ഏറ്റവും മുകളിൽ ആ ഒരു ഈർക്കിളിയുടെ ടോപ്പ് പോർഷനിലായിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്തിട്ട് ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ചുറ്റുമായിട്ട് വീണ്ടും ഈ ഒരു പൈനാപ്പിളിൻ്റെ ലീഫുകൾ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓരോ ലെയർ വച്ചു കൊടുക്കുന്ന ടൈമിലും ഈ ഒരു ത്രെഡ് വെച്ചിട്ട് ഇതുപോലെ ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ചുറ്റി കൊടുത്താലും ഇടയിൽ നിന്നൊക്കെ വീണ്ടും ഇങ്ങനെ ചാടിപ്പോരുന്നുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു നിങ്ങളുടെ മുമ്പിലേക്ക് ഇത്രയും എഡിറ്റ് ചെയ്ത് ഞാൻ ഷോർട്ടാക്കി കാണിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ ഒരു 3-4-5 പ്രാവശ്യം ചെയ്ത് വീണ്ടും ചെയ്തിട്ടാണ് ഇത്രയൊക്കെ എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായത്. പക്ഷെ എന്നാലും വിട്ടു കൊടുക്കാനുള്ള ആ ഒരു മനസ്സുണ്ടായില്ല. അപ്പോൾ ഏകദേശം ഞാൻ ടോപ്പ് പോർഷൻ വരെ എത്തിയിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും രസം. ഞാൻ ഈ ഒരു തണ്ടുകൾ ഇങ്ങനെ താഴ്ത്തുന്ന ടൈമിൽ കുറേയും വിട്ട് ഇങ്ങനെ പോന്നു. വീണ്ടും ഞാനത് ആ ഒരു ത്രെഡ് വെച്ചിട്ടൊക്കെ ചുറ്റി നോക്കി. പക്ഷേ ത്രെഡ് വെച്ചിട്ട് ഈ ഒരു പച്ച ലീഫ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് വിട്ടുപോരായിരുന്നു. കണ്ടില്ലേ, ഇതിപ്പോൾ അവിടെ ഇവിടെ ലീഫില്ലാത്ത ഒരു ക്രിസ്മസ് ട്രീ, ആ ഒരു ലുക്കൊക്കെ കിട്ടിയിട്ടുണ്ടായത്. പിന്നെ ഞാൻ ഫെവിക്കോൾ എടുത്തിട്ട് ഈ ഒരു ലീഫുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ താഴെ പോർഷനിലൊന്നും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടോ. കറക്റ്റായിട്ടൊക്കെ അത്യാവശ്യം സ്റ്റിക്ക് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളിങ്ങനെ കുത്തി നിർത്തുന്ന ടൈമിൽ അതിങ്ങനെ ഊർന്ന് പോരായിരുന്നു. എന്നാലും കുറേയൊക്കെ ലീഫുകൾ അതിൽ സ്റ്റിക്കായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തത് ഇതിനേക്കാൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. ഒന്നല്ലെങ്കിൽ ഫെവി ബോണ്ട്, അതല്ലെങ്കിൽ ഗ്ലൂ ഗൺ. അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ എന്തെങ്കിലും ബോട്ടിലിൻ്റെ മേളിലോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കോൺ ഷേപ്പിൽ നിൽക്കുന്ന ഒരു സംഭവത്തിൻ്റെ മേളിലേക്ക് ഈ ഒരു ക്രിസ്മസ് ട്രീ ഒന്ന് വച്ചു കൊടുക്കുക. അതിനുശേഷം ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ലീഫുകളൊക്കെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. മുകളിൽ മാത്രമല്ല, ഗ്യാപ്പുള്ള എല്ലാ സ്പേസിലും ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് പിന്നീട് എല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായത്. കണ്ടില്ലേ, അങ്ങനെ ചെയ്ത ടൈമിൽ കുറേയൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒപ്പിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്.
ഏതൊരു ക്രാഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ ചെയ്താൽ അടിപൊളിയായിരിക്കും, നിങ്ങൾ ചെയ്ത് നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു ക്രാഫ്റ്റ് ഞാൻ ഒരിക്കലും ആരോടും ട്രൈ ചെയ്ത് നോക്കാൻ പറയില്ല. പിന്നെ എന്നെപ്പോലെ ക്രാഫ്റ്റ് ചെയ്യാൻ വളരെയധികം താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ ചെയ്യുന്ന ടൈമിൽ ഒരു ബേസ് ഉണ്ടാക്കുക, ആ ബേസിലേക്ക് ഈ ഓരോ ലീവ്സും ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ക്രിസ്മസ് ട്രീയുടെ സ്ട്രക്ചർ കിട്ടും. അതല്ലാതെ ഈ ഒരു പൈനാപ്പിളിൻ്റെ തണ്ടിൽ മാത്രമായിട്ട് ചെയ്യാൻ നോക്കിയാൽ ഇതുപോലെ കുറേ സഫർ ചെയ്യേണ്ടി വരും. പിന്നീട് മുകളിലേക്കുള്ള ഈ ഒരു ലീവ്സ് സ്റ്റിക്ക് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ അറ്റഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. കാരണം ചെറിയ ലീവ്സിൻ്റെ അറ്റഭാഗങ്ങളൊക്കെ വളരെയധികം പരന്ന രീതിയിലാട്ടോ ഇരുന്നിട്ടുണ്ടായത്. അപ്പോൾ അത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല നമ്മുടെ ക്രിസ്മസ് ട്രീക്ക് ആ ഒരു കോൺ ഷേപ്പ് കിട്ടില്ല. ആ ഒരു കോൺ ഷേപ്പ് കിട്ടുമ്പോഴാണ് കറക്റ്റ് ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണെങ്കിലും ഇതുപോലെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏകദേശം ഗ്യാപ്പില്ലാത്ത വിധത്തിൽ എല്ലാ ലീവ്സും ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കിങ് കഴിഞ്ഞ ടൈമിലാണ് ഞാൻ ഓർത്തത് പെയിൻറ് അടിക്കണം എന്നുള്ളത്. അപ്പോൾ പെയിൻറ് അടിക്കാനായിട്ട് ബ്രഷ് വെച്ച് നമ്മൾ ചെയ്യാൻ നിന്നതിനാൽ ഒരുപാട് ടൈം പിടിക്കും, മാത്രമല്ല ലീവ്സൊക്കെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ആവശ്യമുള്ളത് സ്പ്രേ പെയിൻ്റ് ആണ്. സ്പ്രേ പെയിൻറ് എൻ്റെ കയ്യിൽ കിട്ടിയോ എന്നപ്പോഴത്തേക്കും ഒരു 3-4 ദിവസം കഴിഞ്ഞായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ലീവ്സൊക്കെ നല്ല രീതിയിൽ വാടിക്കുറഞ്ഞ് ഈ ഒരു പരുവായിട്ടുണ്ട്. എന്നാലും നമ്മൾ വിട്ടുകൊടുക്കില്ല, സ്പ്രേ പെയിൻറ് വാങ്ങിച്ചു അതിൽ അടിക്കാനായിട്ട് പോവാണ്. ഇത് അടിക്കുന്ന ടൈമിൽ ഇഷ്ടംപോലെ പണിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സ്പ്രേ പെയിൻറ് അടിക്കും, നമ്മുടെ ക്രിസ്മസ് ട്രീ ആ ഒരു ആഘാതത്തിൽ ചാടും. അങ്ങനെ കുറേ ലീവ്സ് അതിൽ നിന്ന് അടർന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ലീവ്സിന് ഞാൻ സ്പ്രേ പെയിൻ്റൊക്കെ അടിച്ചു വെച്ചു. പിന്നീട് അത് വീണ്ടും ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഇടയിലൊക്കെ ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലിറ്റർ എഫക്റ്റ് ഉള്ള നൈൽ പോളിഷാണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്രിസ്മസ് ട്രീക്ക് കുറച്ച് ലൈറ്റ് എഫക്റ്റ് കൊടുക്കാൻ പോകുന്നത്. ഓറഞ്ച് കളറിലുള്ള ഗ്ലിറ്ററൊക്കെ ഉള്ള ഒരു നെയിൽ പോളിഷാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഇതേപോലെ കുറച്ച് ഡോട്ട്സ് ആയിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ പരിപാടി ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു നെയിൽ പോളിഷ് ഞാൻ ഷോപ്പിൽ പോയപ്പോൾ ഒരു ഭംഗി കണ്ട് വാങ്ങിച്ചതാണ്. പക്ഷെ നമുക്ക് ഈ ഒരു വർക്കിന് നല്ല സ്യൂട്ടായിരുന്നു കേട്ടോ അത്. ഇനി നമുക്കൊരു ക്രിസ്മസ് സ്റ്റാറും കൂടി വേണം. അപ്പോൾ ഞാൻ പേപ്പർ യൂസ് ചെയ്തിട്ട് ഒരു 3D ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട്. ലോങ് വീഡിയോ നെക്സ്റ്റ് ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഇത് പുറത്ത് വെച്ച് കാണുന്നതിനേക്കാൾ ഭംഗി രാത്രിയിൽ ലൈറ്റ് ഇട്ട് കാണുമ്പോഴാട്ടോ. രാത്രി ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് അകത്ത് വെക്കുമ്പോൾ. ഇത് ആക്ച്വലി ഞാൻ കുഞ്ഞിപ്പെണ്ണിനെ വെച്ചിട്ടൊരു ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചതാണ്. പക്ഷെ അവൾക്ക് ഈ ഒരു ക്രിസ്മസ് ട്രീ കണ്ടിട്ട് വലിയ മൈൻഡൊന്നും ഉണ്ടായില്ല. ആ ഒരു സ്റ്റാർ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റാർ വലിച്ചു പറിച്ചെടുക്കാനൊക്കെ നോക്കി, പക്ഷെ എന്തോ ഭാഗ്യത്തിന് അത് പറഞ്ഞു പോകുന്നില്ല. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു ക്രിസ്മസ് ട്രീ ഇങ്ങനെ കാണുന്നതിലും ഭംഗി നമുക്ക് രാത്രി ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഈ ഒരു രീതിയിൽ കാണുമ്പോഴാണ്. അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്തൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒത്തിരി എഫേർട്ട് എടുത്ത് ചെയ്യുന്ന വർക്കിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് ഒരുപാട് സന്തോഷം തരുന്നതായിരിക്കും. അങ്ങനെയുള്ളൊരു വർക്കായിരുന്നു ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ കേട്ടോ. ഇതിന് ചുറ്റും ആ ഒരു ലൈറ്റ് ചുറ്റാൻ പോലും എനിക്ക് പേടിയായിരുന്നു, കാരണം എന്തെങ്കിലും വിട്ടുപോകുന്നാൽ എന്നുള്ളൊരു ഭയം. പക്ഷെ നല്ല രീതിയിൽ എനിക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനും പറ്റി. ഇനി നമ്മുടെ വീട്ടിലെ ലൈറ്റ് ഇട്ട് കാണുന്നൊരു വ്യൂ ആട്ടോ ഇത്. അപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുതേ. ഇതുപോലുള്ള ക്രാഫ്റ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.